ചിക്കൻ മസാല. ആകാശവാണി മദ്രാസി കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചക ലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വഞ്ചനാട് കിച്ചൻ. ഐ ആം ഷെഫ് പിനോജ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന കിഡിലൻ തന്തൂരി ചിക്കനാണ്. തന്തൂരി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ് തന്തൂരി ചിക്കൻ. ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വരഞ്ഞെടുക്കണം. അതിന് പുരട്ടാനുള്ള മസാലകളെല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഡബിൾ മാരിനേഷനാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ജിഞ്ചർ ഗാർലിക്കും ലെമൺ ജ്യൂസും ഉപ്പും ഇട്ട് ചിക്കൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും. അതിലേക്ക് അല്പം പെപ്പർ കോൺസ് ആഡ് ചെയ്യും. അതിനുശേഷം 1 മണിക്കൂർ നമ്മളത് റെസ്റ്റിന് വെക്കും. അതിനുശേഷമാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്നത്. കാശ്മീരി ചില്ലി, ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 പിഞ്ച് കസൂരി മെത്തി, ജാതിപത്രി അസലൊരു ടേസ്റ്റ് തരും തന്തൂർ ചിക്കന്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ചേർക്കാം. അതുപോലെ തന്നെ ജീരകപ്പൊടി, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാരിനേഷനിലേക്ക് കിടക്കാം. മാരിനേറ്റ് ചെയ്യാനുള്ള ചിക്കൻ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. അധികമായിട്ടിരിക്കുന്ന ഈ ഫാറ്റൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നമുക്ക് ചിക്കൻ ആദ്യത്തെ റൗണ്ട് മാരിനേഷൻ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മസ്റ്റേർഡ് ഓയിലാണ്. മസ്റ്റേർഡ് ഓയിൽ അടിപൊളിയാണ് മാരിനേഷന് വേണ്ടി. നമുക്ക് 1 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ മതിയാവും. അരമുറി നാരങ്ങയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ആദ്യത്തെ റൗണ്ട് മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്രില്ലൊക്കെ ഒന്ന് ഓൺ ചെയ്ത് അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ട് മാരിനേഷനോടെ നമുക്ക് തയ്യാറാക്കി വെക്കാം. 1 മണിക്കൂർ അത് റെസ്റ്റിനിരിക്കട്ടെ. രണ്ടാം റൗണ്ട് മാരിനേഷന് വേണ്ടി ഞാൻ 1 കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ നല്ല കളർ കിട്ടും. അതോടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ജാതിപത്രി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജാതിപത്രിയോട് ചേർത്ത് കൊടുക്കാം. ഇതൊരു ജസ്റ്റ് ഒരു പിഞ്ച് കാണത്തുള്ളൂ. 1 ടീസ്പൂൺ ജീരകപ്പൊടി. കസൂരി മെത്തി ജസ്റ്റ് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിടാം. അതും ഒരു പിഞ്ചുണ്ട്. ഒരല്പം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ഇട്ടിട്ടുള്ളതാണ്. ഉപ്പൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടിടാം. അരമുറി നാരങ്ങയോട് പിഴിഞ്ഞ് നമ്മുടെ മാരിനേഷൻ തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയോട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ റൗണ്ട് മാരിനേഷൻ ചെയ്യാം. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കുട്ടന്മാർ രണ്ടും അടിപൊളിയായിട്ട് മാരിനേഷനിൽ ഇരിപ്പുണ്ട്. ഇരിക്കട്ടെ ഒരു 3 മണിക്കൂർ റെസ്റ്റിന്. സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാണ് അടിപൊളി. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ഓക്കെ മാരിനേഷൻ. നമുക്ക് ഗ്രില്ല് തുറന്ന് ഗ്രില്ലിലേക്ക് നമ്മുടെ ചിക്കൻ വെക്കാം.
പിന്നെ മണമല്ലേ ആ ഗ്രില്ലിലോട്ട് വീണപ്പോൾ തന്നെ. ഗ്രില്ല് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഗ്രില്ല് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരു ക്യൂബ് ബട്ടർ എടുത്തിട്ടുണ്ട്. ആ ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കാം. ബട്ടർ പുരട്ടിയാൽ ചിക്കൻ ഡ്രൈ ആകത്തുമില്ല, ചിക്കന് നല്ലൊരു ഫ്ലേവറും വരും. അതിനാണ് നമ്മൾ ബട്ടർ പുരട്ടി കൊടുക്കുന്നത്. ഞാൻ ഇന്ന് ഗ്രില്ലിലാണ് തന്തൂരി ചിക്കൻ തയ്യാറാക്കുന്നത്. കൃത്യമായിട്ടുള്ള മാരിനേഷൻ കൃത്യസമയവും എടുത്ത് ഒരു ദിവസം മുന്നേ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ പിറ്റേ ദിവസം കുക്ക് ചെയ്യുമ്പോൾ അസാധ്യ ടേസ്റ്റാണ്. തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റ് തന്തൂരി ചിക്കൻ്റെ മാരിനേഷനിലാണ്. തന്തൂരി ചിക്കൻ റെഡിയായി വരുന്ന ടൈമിൽ നമുക്ക് അല്പം മിൻറ്റ് ചട്നി ഉണ്ടാക്കാം. മിൻറ്റ് ചട്നിയുടെ റെസിപ്പി ഞാൻ എൻ്റെ ലാം ചോപ്സിൻ്റെ റെസിപ്പിയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ റെസിപ്പി കണ്ടാൽ മതി. തന്തൂരി ചിക്കൻ ഇന്ത്യയുടെ തനതായ ഒരു ഭക്ഷണമാണ്. അതിപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഭക്ഷണമായി. അതിന് നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ കണ്ടുപിടിച്ചൊരു ഡിഷാണ് തന്തൂരി ചിക്കൻ. സിലിണ്ടറിൻ്റെ ഷേപ്പുള്ള കളിമൺ ഓവനിലാണ് തന്തൂർ ചിക്കൻ പാകപ്പെടുത്തിയെടുക്കുന്നത്. കനലിൽ കിടന്ന് വെന്ത് വരുന്ന ചിക്കന് അസാധ്യ ടേസ്റ്റാണ്. ഏകദേശം 3/4 മണിക്കൂറോളം എടുക്കും കനലിൽ കിടന്ന് കുക്കായി വരാൻ ചിക്കൻ. ആ ചിക്കന് ഒരു സ്മോക്കി ഫ്ലേവറും അസാധ്യ ഒരു രുചിയുമാണ്. ചിക്കൻ ഒരു 80% കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് മുകളിലത്തെ ഗ്രില്ലിലേക്കിട്ട് ബാക്കിയൂടെ കുക്ക് ചെയ്തെടുക്കാം. ചെറുതീ കിടന്ന് വേണം കുക്കാകാൻ. ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട്. പുറത്ത് നല്ല ഇരുട്ടായി തുടങ്ങി, വെട്ടക്കുറവുണ്ട്. ഞാനിനി ബാക്കി അകത്ത് വെച്ചാണ് നമ്മൾ പ്ലേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പം നമുക്ക് അകത്തേക്ക് പോവാം. ഇത് കണ്ടോ, ചിക്കനൊക്കെ ഉണ്ടോ? അടിപൊളി സ്മോക്കി ഫ്ലേവറൊക്കെ ഉണ്ട്. നമ്മളിനി കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. രണ്ട് കിലോ തൂക്കമുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കുക്കാകാൻ വേണ്ടി. ഇനിയിപ്പം ഗ്രില്ലില്ലാത്തവർക്കും തന്തൂരി ചിക്കൻ തയ്യാറാക്കാവുന്നതാണ്. ഇതുപോലെ വലിയ ചിക്കൻ പീസ് എടുക്കാതെ ചെറുതായി ചിക്കൻ കട്ട് ചെയ്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് ഒരു പാൻ വെച്ച് ചെറു ചൂടിൽ തിരിച്ചും മറിച്ചു വിട്ട് ചിക്കൻ കുക്കാക്കി എടുക്കണം. അതിനുശേഷം ആ ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ചെറിയൊരു ചാർക്കോൾ കത്തിച്ച് നല്ല കനലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യൊഴിച്ച് ചെറിയൊരു കട്ടോരിക്കകത്ത് വെച്ച് മുൻപ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് വെച്ച് ചിക്കൻ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ആ കനലിൻ്റെയും നെയ്യുടെയും ഫ്ലേവർ ആ ചിക്കനിൽ പിടിക്കും. തന്തൂർ ചിക്കൻ്റെ അതേ ഫ്ലേവർ കിട്ടും നിങ്ങൾക്ക്. ചിക്കൻ കുക്കായാലുടൻ കട്ട് ചെയ്യാൻ നിൽക്കല്ലേ. ഒരു 15-20 മിനിറ്റ് റെസ്റ്റിന് വെക്കണം. നേരെ നമ്മൾ കട്ട് ചെയ്യാൻ പോയാൽ ചിക്കൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അമ്പോ പൊളി, സൂപ്പറായിട്ടുണ്ട്. മിന്റ് സോസ് നോക്കി, മിന്റ് സോസ് അടിപൊളിയല്ലേ? മിന്റ് സോസ് അമ്പോ പന്നീച്ച മാറി, ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. ചുമ്മാ ചേട്ടാ പൊളിച്ചു, ഒരു രക്ഷയില്ല കേട്ടോ. മതി, നമുക്ക് എടുക്കാം തിന്നാന്, തീർത്തേക്കാം. നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പുറത്ത് ഇരുട്ടായി തുടങ്ങി. അതാണ് കണ്ടില്ലേ, നോക്കി നമ്മുടെ ഗ്രില്ലൊക്കെ എവിടെ ഇരിപ്പുണ്ട്. നാളെ രാവിലെ ഇനി എടുത്ത് വെക്കണം. അതാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. കണ്ടിട്ട് തന്നെ കൺട്രോൾ പോയി നിൽക്കുകയാണ്. അന്യായ ടേസ്റ്റും അന്യായ ഫ്ലേവറുമാണ്. ഞാൻ ചെറിയൊരു പീസ് അതിൻ്റെ അടുത്ത് കഴിച്ചായിരുന്നു.
നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ കഴിക്കാൻ വേണ്ടി തന്നെ ഇതിൻ്റെ വിങ്സ് ഇങ്ങോട്ട് ഓടിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ്റെ വിങ്സാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മെന്തി ചട്നി, പൊളി സാധനമാണ്, വെറുതെ തെള്ളുന്നതല്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.